ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും PTP അവന്യൂ റോഡിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് അമ്മയ്ക്കായി സമർപ്പിക്കുന്നൊരു ഭക്തനുണ്ട്, വിഷ്ണു റാംജി. അദ്ദേഹത്തെ കാണാനാണ് പ്രധാനമായും നമ്മൾ ഈ അമ്പല നടയിലെത്തിയത്. അദ്ദേഹം നമ്മളോട് ചേരുകയാണ്. നമസ്കാരം റാംജി. നമസ്കാരം. നമസ്കാരം. അമ്മയുടെ ഒരു തികഞ്ഞ ഭക്തനാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അമ്മയിലൂടെ സാധിച്ച ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പറയാം, നമ്മളുമായിട്ട് പങ്കുവയ്ക്കാം. എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരാത്ത അമ്മയുടെ കാര്യങ്ങൾ. നമ്മുടെ എല്ലാവരും ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോഴാണ് സാധാരണ ദൈവമേ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഞാൻ അമ്മയെ കാണാതെ ഒരു കാര്യങ്ങൾക്ക്, എൻ്റെ ഒരു ബിസിനസ്സായാലും എൻ്റെ ഒരു എന്ത് കാര്യങ്ങളായാലും, വിഷമഘട്ടങ്ങളിലുള്ള കാര്യങ്ങളായാലും അമ്മയെ കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് വരെ, ഈ നിമിഷം വരെയും എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ മംഗളകരമാക്കി എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാല് പറഞ്ഞതുകൂടെ വർഷങ്ങളായി നമ്മുടെ PTP അവന്യൂ റോഡിൽ, അത് ആരുടെയും ഇതിൽ മറ്റൊരു കാര്യമായിട്ട് പറയില്ല, ഒരു രീതിയിലുള്ള സാമ്പത്തികമായ ഒരാൾ വീട്ടിൽ നിന്നോ ഒരാളുടെ കയ്യിൽ നിന്നോ വാങ്ങിക്കാതെയാണ് ആ റോഡ് പൂർണ്ണമായി വർഷങ്ങളായിട്ട് ഞാനാണ് മൊത്തം മാർച്ചും കാര്യങ്ങളും ലൈറ്റും എല്ലാം അലങ്കരിക്കുകയും, അതുപോലെ തന്നെ അവിടെ അതിഗംഭീരമായ ഒരു സ്റ്റേജും അവിടുത്തെ നാട്ടുകാരുടെ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുടെയും വലിയ കലാകാരന്മാരുടെയും പരിപാടികൾ അവതരിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് നമ്മുടെ വിഷ്ണുറാം അസോസിയേറ്റ് എന്ന കമ്പനിയാണ് ഇതെല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ വക എല്ലാവർക്കും മോമെൻറ്റോ നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ കൊല്ലങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത് അവറുകൾ, അതുപോലെ നമ്മുടെ അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ വിഷ്ണു മോഹൻ, നമ്മുടെ ഉദയന്നൂർ ക്ഷേത്ര സമിതി സെക്രട്ടറി ശ്രീ ശശിധരക്കുറുപ്പ്, എല്ലാ വ്യക്തിത്വങ്ങളും മഹാവ്യക്തിത്വങ്ങളും നമ്മുടെ ആ സ്റ്റേജിൽ എത്തിപ്പെടാറുണ്ട്. അതുപോലെ ഒരുപാട് സായന്ത്രൻ ട്രൂപ്പ്, അവിടെയുള്ള ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമല്ല. നമ്മുടെ വിഷ്ണുറാം അസോസിയേറ്റിൻ്റെ എടുത്തു പറയാനുള്ളൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, സാമ്പത്തികമല്ല, സഹകരണമാണ് വിഷ്ണുറാം അസോസിയേറ്റ് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തീർച്ചയായിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉദയന്നൂർ അമ്മയുടെ ഈ ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഇന്നും എന്നെ ഞാൻ അവിടെ ലൈറ്റും സ്റ്റേജെല്ലാം അങ്ങനെ കസേരയെല്ലാം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഉള്ളൊരു നമ്മുടെ ഉദയന്നൂർ അമ്മയുടെ ഭക്തൻ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഓരോ കൊല്ലവും ഈ പരിപാടി മികവുറ്റതായി വരുന്നതാണ്. സത്യം അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ഞാൻ വെറുതെ നമ്മളൊരു പ്രോഗ്രാം വയ്ക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അമ്മമാർക്കും അതേപോലെ പുരുഷന്മാർക്കും 15 പുരുഷന്മാർക്ക് നറുക്കെടുപ്പിലൂടെ കസവ് മുണ്ട് നൽകുന്നുണ്ട്, 15 സ്ത്രീകൾക്ക് കസവ് സാരി നൽകുന്നുണ്ട്, 15 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഈ പരിപാടി കാണാൻ വരുന്ന ഏകദേശം 300-400 രൂപ ആൾക്കാർ അവിടെ നമ്മുടെ ആ ഒരു ഏരിയ തന്നെ ഉണ്ട്. അവർക്ക് അത്യാവശ്യം അവർക്ക് ലഘുഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നുള്ള എല്ലാ രീതിയിലും, അതേപോലെ ഈ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നമ്മുടെ കണക്കാർ മൂവ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഏരിയയിൽ നമ്മുടെ ആ വേദി, ഞാനൊരു നിയോഗം മാത്രമാണ് അമ്മയുടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ലാല് പറഞ്ഞ പോലെ മിക്കപ്പോഴും ഈ ഉത്സവ സമയങ്ങളിൽ ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് തന്നെ കാണും. അപ്പോൾ ഇന്നും നാളെ അമ്മയെ എഴുന്നള്ളിച്ച് വരുന്ന ആ വഴിയാണ് നമ്മുടെ PTP അവന്യൂ റോഡാണ്. അമ്മയെ കൊണ്ടുവരുന്ന സമയത്ത് അമ്മയെ ചെണ്ടമേളവാദ്യങ്ങളോടുകൂടി ഞാൻ PTP അവന്യൂവിലേക്ക് അമ്മയെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ അമ്മയ്ക്ക് അതിഗംഭീരമായ ഒരു പടുക്ക ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ലൊരു പുഷ്പാഭിഷേകം, അത് നല്ല നിറയുണ്ട്. അപ്പം അവിടെയുള്ള ആർക്ക് പുഷ്പാഭിഷേകം ചെയ്യണമെങ്കിലും ഒരു പിടി പൂ അമ്മയ്ക്ക് അർപ്പിക്കാം, ആ വേദിയിലുള്ള എല്ലാവർക്കും. അതിനൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്, ഇന്നത്തെ സ്റ്റേജിൽ ചില കലാകാരന്മാരെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെയും ഞാൻ ആ ആറാട്ട് ദിവസവും അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ ഭീമൻ വെജിറ്റബിൾസ് മരുന്നുംകുഴി, അതിന് കടയുടെ കണക്കായി 25 മലക്കറി കിറ്റ് അത് നറുക്കെടുപ്പിലൂടെ നൽകുന്നു. വൈകിട്ട് നമ്മുടെ ഭീമൻ പടക്ക് കട ശാസ്ത്രമംഗലം, അത് കണക്കായി ആകാശ വിസ്മയ കാഴ്ചകൾ. കാരണം ഇതെല്ലാം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് ആ രീതിയിലുള്ള സപ്പോർട്ടും സ്നേഹവും ഞാൻ വീണ്ടും എടുത്ത് പറയണം, അവർ തരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പകുതി അമ്മയും പകുതി നാട്ടുകാരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയാണ്. കാരണം എൻ്റെ എന്തൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ ഈ നടയിൽ വന്ന് മരുന്നുകുഴി ഉദയന്നൂർ അമ്മയുടെ നടയിൽ വന്നിട്ട് നിങ്ങൾ ആരായാലും അമ്മയെന്നൊന്ന് വിളിച്ചാൽ മതി. ആ വിളി അമ്മ
കൃത്യമായി കേട്ടിരിക്കും. കാരണം അതിൽ ഒരുപാട് അനുഭവസ്ഥനാണ് ഞാൻ. ഇന്ന് ഈ നിൽക്കുന്ന നിങ്ങളെ മുന്നിൽ ഈ നിൽക്കുന്ന ഈ ഒരു രൂപം തന്നെ അമ്മയെന്നാണ് ഞാൻ പറയുന്നത്. അത് ലാലിനറിയാം. എൻ്റെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞാൽ തീരാൻ പറ്റാത്ത ഒരുപാട് മൊമെൻറ്റുകളുണ്ട്. പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അങ്ങനത്തെ മൊമെൻറ്റ്സ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം വളരെ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളോട് ഞാനിത് പങ്കുവയ്ക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പങ്കുവെച്ചത്. എന്തായാലും ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ അമ്മയെ വന്ന് കണ്ടാൽ മതി. മനസ്സുരുവി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു ബലം കണ്ടിരിക്കും, ഉറപ്പാണ്. ബാക്കിയുള്ള എല്ലാ പരിപാടികളും അവിടെ വന്ന് നിങ്ങൾ നേരി കാണണം. സാധാരണ നമ്മൾ വാ കൊണ്ട് പറയുകയില്ല, എപ്പോഴും വിഷ്ണുറാം അസോസിയേറ്റ് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള പരിപാടികൾ കാണുമ്പോൾ അറിയാം. നമുക്ക് ആ വിശേഷം കാണാൻ ലാല് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് കേട്ടത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് കാണാനായിട്ട് പോകാം. ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഭക്തി വിശേഷങ്ങളും PTP അവന്യൂർ റോഡിലെ വിഷ്ണുറാം അസോസിയേറ്റ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളുമൊക്കെ ഇവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ ഭക്തി നിർഭരമായ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ക്യാമറാമാൻ മഹേഷിനൊപ്പം ലാലഴകം വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.